ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ള എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്ന ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു ബാലപീഡകൻ്റെ പറഞ്ഞ കഥ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 12-13 വയസ്സുള്ള നിരവധി കുട്ടികളെ അദ്ദേഹം പ്രലോഭിപ്പിച്ച് തട്ടിക്കൊണ്ടുപോവുകയും മറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രത്തലവന്മാർക്കും അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാർക്കും ഒക്കെ വേണ്ടി ഈ പറയുന്ന പോലെ അവരോട് സഹവസിക്കാൻ ഇവരെ നിർബന്ധിക്കുകയും ചെയ്തു എന്നുള്ള ഞെട്ടിക്കുന്നൊരു കഥ കേട്ടിരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നും കാണാതായ ആളുകളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞ ജാനുവരി 1 മുതൽ, അതായത് 2026 പിറന്നത് മുതൽ ജാനുവരി 1 മുതൽ 15 വരെയുള്ള കേവലം 15 ദിവസത്തെ കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള. ആ 15 ദിവസത്തെ കണക്കുകളിൽ 807 പേർ കാണാതായിരിക്കുന്നു ഡൽഹിയിൽ നിന്നാണ്. നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യയിലെ മറ്റ് നിരവധി 600-ലധികം വരുന്ന സിറ്റികളിൽ ഏതെങ്കിലും സിറ്റികളിൽ നിന്നല്ല ഇത് കാണാതായിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും കനത്ത സുരക്ഷയുള്ള ഇന്ത്യയുടെ സ്റ്റേറ്റ് ക്യാപിറ്റലായിട്ടുള്ള ഡൽഹി എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോലീസ് നേരിട്ട് അവിടെ വിന്യസിക്കുന്ന സൈന്യത്തിന് പോലും കണ്ടുള്ള ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും അതുപോലെ മറ്റു മന്ത്രിമാർക്കുമൊക്കെ ഹൈലി സെക്യൂരിറ്റിയുള്ള ഒരു നഗരത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അന്ന് ഇറങ്ങി നോക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, നമ്മളെ ആശങ്കപ്പെടുത്തുന്ന വലിയ കണക്കുകൾ കൂടിയുണ്ട്. ഇതിൽ 509 പേർ എന്ന് പറയുന്നത് സ്ത്രീകളാണ്, 298 പേരെന്ന് പറയുന്നത് ആണുങ്ങളാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൈനറായിട്ടുള്ള ആളുകളുടെ നമ്പർ 191 പേരാണ്. ആ 191 പേരിൽ 146 പേരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പെൺകുട്ടികളാണ്, വെറും 45 ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ അഡൾട്ട്സ് ആയിട്ടുള്ള ആളുകൾ അവർ 616 പേരാണ് അതിനകത്തുള്ളത്. അതിൽ 363 പേർ വനിതകളാണ്, പുരുഷന്മാരാണ് ബാക്കിയുള്ള 253 പേരും. ടീനേജേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കണക്ക് തന്നെ വലിയ നമ്പറാണ്. 169 പേർ ഈ പറഞ്ഞ പോലെ ടീനേജേഴ്സാണ്. അതിൽ തന്നെ 138 പേർ പെൺകുട്ടികളാണ്. ഇത്തരത്തിലുള്ള നിരവധി ആളുകളെ അവിടെ നിന്ന് കാണാതായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഡൽഹിയിൽ ഇത് ആദ്യമായി സംഭവിക്കുന്നതാണ് എന്ന് നിങ്ങളാരും വിചാരിച്ചു കളയരുത്. കാരണം 2025 ഡൽഹിയിൽ നിന്ന് കാണാതായത് 24,500 പേരെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 10 കൊല്ലങ്ങൾ കൊണ്ട്, കഴിഞ്ഞ ഒരു കൊല്ലം മാത്രം 24,500 പേരെയാണ്. കഴിഞ്ഞ 10 കൊല്ലങ്ങൾ കൊണ്ട് ഡൽഹിയിൽ നിന്ന് കാണാതായത് 2,30,000-ഓളം വരുന്ന ആളുകളാണ്. ഇനി മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം കൂടി നിങ്ങളോട് പറയാം. അത് കഴിഞ്ഞ 11 കൊല്ലങ്ങൾ കൊണ്ട് ഡൽഹിയിൽ നിന്ന് കാണാതായിട്ടുള്ളത് 5,559 കുട്ടികളാണ്. അതായത് ചെറിയ കുട്ടികളടക്കമുള്ള 5,559 കുട്ടികളാണ് ഡൽഹിയിൽ നിന്ന് കാണാതായിട്ടുള്ളത്. ഇതല്ല എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം മാധ്യമങ്ങൾ പുറത്തു പറയുമ്പോഴും നിരവധി മാധ്യമങ്ങൾ, അതായത് നമ്മുടെ ഇംഗ്ലീഷ് ചാനലുകളെല്ലാം നാഷണൽ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ചാനലുകളൊക്കെ തന്നെ ഇത് പുറത്തേക്ക് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പറയുന്നത് ഇത് സീസണൽ മൈഗ്രേഷൻ ആവാം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആളുകൾ പറയാതെ എന്ത് ചെയ്തതാണ്, വേറെ ഏതെങ്കിലും നഗരത്തിലേക്ക് പോയതാകാം എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത് ആളുകളുടെ ഫിനാൻഷ്യൽ സ്ട്രെസ് കൊണ്ട് പോയതാകാം എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഫാമിലി കോൺഫ്ലിക്റ്റുകളാകാം എന്നുള്ളതാണ്. പിന്നെ മറ്റു തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനോ അല്ലെങ്കിൽ ട്രാഫിക്കിംഗ് നെറ്റ്വർക്ക്സുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അവയർനെസ്സോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആളുകൾ പോയതായിരിക്കാം എന്നുള്ളതാണ്. ക്ലൈമറ്റ് മോശം കൊണ്ട് ആളുകൾ പോയതായിരിക്കാം എന്ന് പറയുന്ന അസംബന്ധ ജടിലമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇത്തരത്തിൽ നമ്മുടെ മീഡിയകൾ, അതായത് ഈ പറഞ്ഞ പോലെ ഗോദി മീഡിയ എന്നൊക്കെ പറയുന്ന മീഡിയകൾ, ഇനി ഇത് ഗവൺമെൻറ് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലോ എന്ന് വിചാരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് കാണാതായവരെ കുറിച്ച് പരാതി തന്ന ആളുകളുടെ മാത്രം റിപ്പോർട്ടാണ്. അതായത് ഗവൺമെൻറ്റിലേക്ക് കൃത്യമായി പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കിട്ടിയ ആളുകളുടെ മാത്രം റിപ്പോർട്ടാണ്. ഇതിനേക്കാൾ ഒരു 50% കൂടുതൽ ആളുകൾ പരാതി പോലും കൊടുക്കാൻ പറ്റാത്ത നിസ്സഹായരായിട്ടുള്ള ആളുകൾ, നിരവധി ആളുകൾ ഉണ്ടാകും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതിൻ്റെ പിന്നിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരാളെ കാണാതായി എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒരാളെ കാണാതായിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് എഴുതി, ഒരു ഇമെയിൽ എഴുതി നമ്മളാരും എന്ത് ചെയ്യില്ല, പോലീസിലേക്ക് അയക്കില്ല. പകരം നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കൃത്യമായിട്ട് ആലോചിക്കും, അത് അന്വേഷിക്കും, അവരുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സ്ഥലങ്ങളിലൊക്കെ അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ചതിന് ശേഷം അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഉറപ്പായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തൂ. അത് തന്നെ അത്യാവശ്യം സൗകര്യമുള്ള ആളുകളെ ഇത്തരത്തിലുള്ള പരാതിയുമായിട്ട് വരും. നിങ്ങളിപ്പോൾ എറണാകുളത്തോ കൊച്ചിയിലോ കോഴിക്കോടോ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ സ്ട്രീറ്റ് അർച്ചൻ്റായ പല തെരുവുകളിൽ ജീവിക്കുന്ന കലൂരിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ തന്നെ തെരുവുകളിൽ കിടന്നുറങ്ങുന്ന ആളുകളുടെ എത്രയോ കുട്ടികൾ ചിലപ്പോൾ ഇതുപോലെ കാണാതായിട്ടുണ്ടാകും. അവരെല്ലാം പരാതി കൊടുത്തിട്ടുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല.
രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ സ്ത്രീകളുടെ നമ്പർ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ഈ സ്ത്രീകൾ ആരെങ്കിലും വീട്ടിൽ പറയാതെ ക്ലൈമറ്റിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ തന്നെ ഒരാളോട് പറയാതെ പൊയ്ക്കളയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒരാൾ പോലും ഇക്കാലത്ത് മൊബൈലില്ലാത്ത, ഏതെങ്കിലും തരത്തിൽ നെറ്റ്വർക്ക് ഇല്ലാത്ത, ഒരു ഫോൺ നമ്പർ ഇല്ലാത്തൊരു വീട് പോലും ഉണ്ടാവില്ല. അപ്പം അത്തരത്തിൽ ഒരാളെ പോലും നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾ അറിയേണ്ടത്, ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ഒന്നില്ലെങ്കിൽ അവയവ മാഫിയകൾ ഉണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ബ്രോതൽ നടത്തുന്ന, നമ്മുടെ റെഡ് സ്ട്രീറ്റിലെ പോലെ ബിസിനസ് നടത്തുന്ന, നമ്മുടെ പല പുണ്യനഗരങ്ങളും എന്നറിയപ്പെടുന്ന നഗരങ്ങളുടെയൊക്കെ പ്രാന്തപ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ പെരുകുന്നു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുകളൊക്കെ കൂടിയുണ്ട്. ഞാനിത് നിങ്ങളോട് ഇത്രയും വിശദമായി പറയാൻ കാരണം, ഞാൻ ധർമ്മസ്ഥല എന്ന് പറയുന്ന ധർമ്മസ്ഥലത്തിലെ ആളുകളുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ കർണാടകത്തിൻ്റെ ഹൈക്കോടതിക്ക് അവിടെ പോലീസ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ, പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഏതാണ്ട് 23,000-ഓളം ആളുകളെ കാണാതായിട്ടുണ്ട് 2 കൊല്ലങ്ങൾ കൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 2 കൊല്ലങ്ങൾ കൊണ്ട് അത്രയും പേരെ കർണാടകത്തിൽ നിന്ന്, അതിൽ തന്നെ ഏതാണ്ട് 70% ബാംഗ്ലൂരിൽ നിന്നൊക്കെ കാണാതായെങ്കിൽ ഈ ആളുകൾ എവിടെ പോകുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കണ്ടേ? നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത് പറയുമ്പോൾ വെറും ഒരു വാർത്ത മാത്രമായി നിങ്ങളത് കേൾക്കരുത്. നമ്മുടെ കുടുംബത്തിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും മകനോ മകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബന്ധുക്കൾക്കോ ആർക്കാണ് ഇത്തരം സ്ഥിതി ഉണ്ടായെങ്കിൽ എത്ര ദുരന്തപൂർണ്ണമായിരിക്കും അവരുടെ ജീവിതമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ മരണം പോലും അതിനേക്കാൾ ഭേദമാണെന്ന് ഞാൻ പറയും. കാരണം ഒരാൾ എവിടെയാണെന്നറിയാതെ, അയാൾ തിരികെ വരുമോ എന്നറിയാതെ, അവർ ഏത് തരത്തിൽ ജീവിക്കുകയാണെന്നറിയാതെ നമ്മളെ പ്രതീക്ഷകളുമായി അവർ എന്ത് ചെയ്യേണ്ടി വരുന്നു? കണ്ണീരുമായി കാത്തിരിക്കേണ്ടി വരുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ അവസ്ഥ നമ്മുടെ നാടിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പലപ്പോഴും ആളുകളോടൊക്കെ പറയാറുണ്ട്, സിനിമകളിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മളൊക്കെ ജീവിതത്തിൽ സംഭവിക്കില്ല, അതെല്ലാം വെറും ഈ പറയുന്ന ഭാവനകളാണ് എന്നാണ് വിചാരിക്കാറുള്ളത്. തെറ്റായിട്ടുള്ള കാര്യമാണ്. പല കാര്യങ്ങളും യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമുക്കറിയാം, സ്റ്റോപ്പ് വയലൻസ് എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തപ്പോൾ അതിൽ പൃഥ്വിരാജിൻ്റെ സിനിമയാണ്. ആ പൃഥ്വിരാജിൻ്റെ സിനിമയിൽ കാണിക്കുന്ന വില്ലൻ കഥാപാത്രമായിട്ടുള്ളത് ഒരു DYSP ആണ്. ആ DYSP ഒരു ഗുണ്ടാ സംഘത്തെ തന്നെ തീറ്റിപ്പോറ്റുന്നതും ഒരു ഗുണ്ടാ തലവനായി അയാൾ മാറുന്നതുമാണ്. വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ അറിയേണ്ടത്, അത്തരത്തിലൊരു ഗുണ്ടാ തലവൻ കേരളത്തിലുണ്ടായിരുന്നു എന്നും, അദ്ദേഹത്തിൻ്റെ പേര് ഷാജി എന്നായിരുന്നു എന്നും, അദ്ദേഹം കേരള പോലീസിൽ DYSP ആയിരുന്നു എന്നും, അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് ഹിതകരമല്ലാത്തൊരു ബന്ധം സൂക്ഷിച്ചതിനായ അദ്ദേഹത്തെ ഒരാളെ കൊന്നുകളഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം സിനിമ വന്നു, പിന്നീടാണ് എന്ത് ചെയ്തത്? യാഥാർത്ഥ്യം വന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ തൊട്ടടുത്തിടെ ആന്റണി രാജു എന്ന് പറയുന്ന ഒരു മിനിസ്റ്റർ ഒരു കേസിൽപ്പെട്ടിരുന്നു. ആ കേസ് എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു വക്കീലിൻ്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു വിദേശ പൗരൻ ആശിഷ് എന്ന് പറയുന്ന മയക്കുമരുന്നുമായി എയർപോർട്ടിൽ വെച്ച് പിടിയിലാവുകയും ആ പിടിയിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നർവെയറിൽ നിന്നാണ് അത് കിട്ടിയത് എന്ന് പറഞ്ഞ് കോടതിയിൽ രേഖപ്പെടുത്തുകയും, പക്ഷെ അതിനുശേഷം കേസ് വന്നപ്പോൾ ആ ഇന്നർവെയർ ഈ ആന്റണി രാജു എന്ന് പറയുന്ന മന്ത്രി, ഇപ്പോഴത്തെ MLA, അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒപ്പിട്ട് ഇത് മേടിക്കുകയും ആ ഇന്നർവെയർ വെട്ടിച്ചുരുക്കി 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന് പോലും ഇടാൻ പറ്റാത്ത രീതിയിലാക്കുകയും അങ്ങനെ ഇത് ഇന്നർവെയർ ഇയാളുടേതാണെന്ന് ധരിപ്പിക്കാൻ യഥാർത്ഥത്തിൽ കഴിയാതെ പോവുകയും ചെയ്ത ഒരു കഥ നമുക്കറിയാം. യഥാർത്ഥത്തിൽ കഥയല്ല, അത് നടന്ന സംഭവമാണ്. ആന്റണി രാജു ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് കൂടി നിങ്ങൾക്കറിയുമോ? ആ കാരണം, ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാൾ, ആ വിദേശ പൗരൻ ഇന്ത്യയിൽ നിന്ന് കേസ് രക്ഷപ്പെടുകയും പിന്നീട് അദ്ദേഹം മറ്റൊരു കാര്യത്തിന് ഒരാളെ കൊന്നതിന് ജയിലിലാകുകയും ചെയ്തപ്പോൾ ആ ജയിലിലുള്ള സഹതടവുകാരനോട്, ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഞാൻ പുഷ്പം പോലെ ഇതിലും വലിയ കേസിലൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു വീരവാദം അടിച്ചപ്പോൾ അത് അവിടുത്തെ പോലീസ് അധികൃതർ അറിയുകയും അവർ ഇൻ്റർപോളിൽ അറിയിക്കുകയും അങ്ങനെ ഇൻ്റർപോൾ ഇവിടെ അന്വേഷണം നടത്താൻ വേണ്ടി വീണ്ടും ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ വലിയ പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞത്. കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥനെ താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് കേസിന് പുറകെ നടന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസ് ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ ഇത് സംഭവിക്കുമോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് സംഭവിക്കുമെന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ തൊട്ടടുത്ത കൊല്ലം ഇറങ്ങിയ ഒരു സിനിമ കണ്ടാൽ മതിയായിരുന്നു. ആ സിനിമയുടെ പേര് ആനവാൽ മോതിരം എന്ന് പറയുന്ന സിനിമയായിരുന്നു. ആ സിനിമയിൽ ഇതേപോലെ തന്നെ വളരെ കൃത്യമായിട്ടൊരു രംഗമുണ്ട്. പക്ഷേ അന്ന് നമ്മളൊക്കെ വിചാരിച്ചു ഇത് സിനിമയല്ലേന്ന്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം യഥാർത്ഥ സംഭവമാണ്. T. ദാമോദരൻ എങ്ങനെയോ അറിഞ്ഞിട്ട് സിനിമയിൽ എഴുതി ചേർത്തതെന്ന്. ഇതേപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു മറ്റൊരു സിനിമയുടെ കാര്യം കൂടി. ആ സിനിമ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ആനിയും ഷാജി കൈലാസും ഒക്കെ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയുണ്ട്.
ആ സിനിമ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു ആനി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഒരു ബ്രോത്തൽ നടത്തുന്ന ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ സ്ത്രീകളെ വെച്ച് ബിസിനസ് നടത്തുന്ന ആളുകൾ തട്ടിക്കൊണ്ടു പോവുകയും ആ തട്ടിക്കൊണ്ടു പോയതിന് ശേഷം അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വന്തം സിവിൽ സർവീസൊക്കെ ഉപേക്ഷിച്ച് അത് പിന്നെ അന്നൊക്കെ സുരേഷ് ഗോപി ഏത് കഥാപാത്രവും സിവിൽ സർവീസ് ഉപേക്ഷിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അത്തരത്തിൽ സിവിൽ സർവീസൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരാൾ സ്വന്തം അനിയത്തിയെ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ആനിയെ പരിചയപ്പെടുകയും ആനിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടുകയും ചെയ്യുന്നതാണ് ആ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ആ സിനിമ മുഴുവൻ അതാണ്. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. റെഡ് സ്ട്രീറ്റുകളടക്കം മറ്റ് നിരവധി നഗരങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ എങ്ങനെയാണ് അവിടെ എത്തിയത് എന്ന് ഗവൺമെൻറ് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ ഞാൻ രാവിലെ ഈ ജോലിക്കിറങ്ങാം എന്ന് വിചാരിച്ചെത്തിയവരാണോ? ഏതെങ്കിലും കെണികളിൽപ്പെട്ട് ആരുടെയെങ്കിലുമൊക്കെ തടവിൽപ്പെട്ട് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്ന ഇത്തരത്തിൽ പെട്ടുപോയ ആളുകളാണ് ഈ നാട്ടിൽ അത്തരത്തിലുള്ള ആളുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ നഗരവും ഏറ്റവും ടൈറ്റ് സെക്യൂരിറ്റിയുള്ള നഗരവുമായ ഡൽഹിയിൽ സംഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള കാര്യം വേറെ എവിടെ വേണമെങ്കിലും സംഭവിക്കാമെന്നാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും ഇനി എപ്സ്റ്റീൻ ഫയൽസ് പോലെയുള്ള ഫയൽസുകൾ പുറത്തേക്ക് വരുമോ എന്നുള്ളതാണ് നമ്മളെ പേടിപ്പെടുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ അവയവ മാഫിയ ആണോ എന്നുള്ളതാണ് നമ്മളെ പേടിപ്പെടുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ഇന്ത്യയിൽ പലരും പറഞ്ഞു കേൾക്കുന്നത് പോലെ ചില മരുന്ന് പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ തവണത്തെ മാത്രമല്ല, ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള മിസ്സിംഗ് കേസുകളെക്കുറിച്ച് ഗവൺമെൻറ് വളരെ കൃത്യമായി സീരിയസ് ആയിട്ടുള്ള ഒരു അന്വേഷണം നടത്തുകയും അതിൻ്റെ പുറത്ത് മാത്രം നടപടിയെടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന നടപടികളിലേക്ക് എത്രയും പെട്ടെന്ന് കടക്കുകയും വേണം. അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. നമ്മുടെ കുട്ടികളും നമ്മുടെ മക്കളും നമ്മുടെ ബന്ധുക്കളുമൊക്കെയായി ഇത്തരം ഇന്ത്യയുടെ ഏറ്റവും വലിയ സുരക്ഷയുള്ള സ്റ്റേറ്റ് ക്യാപിറ്റലായിട്ടുള്ള ഡൽഹിയിലേക്ക് പോലും നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ഗതി വരും. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, ഇതേ ഡൽഹിയിലാണ് നിർഭയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടത്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി ക്രിമിനലുകൾ ഇപ്പോഴും ഒരു നഗരത്തിൽ പതിയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിയേണ്ടത് ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സീരിയസ് ആയി എടുക്കേണ്ടതാണ്. മലയാള മാധ്യമങ്ങളടക്കം വലിയ ഗൗരവത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ഏറ്റവും വലിയ ജനരോഷം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിനെതിരെയും അഡ്മിനിസ്ട്രേഷനെതിരെയും ഉയരേണ്ടതാണ്. പ്രൊആക്റ്റീവായിട്ടുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കേണ്ടതാണ്.